ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും അധികം ഇഷ്ടമില്ലാത്തൊരു സാധനമായിരിക്കും ഈ പപ്പായ. അങ്ങനെയുള്ളവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം പപ്പായ നന്നായി തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് ഒരു പപ്പായയുടെ പകുതിയൊക്കെ ഉണ്ട് കേട്ടോ, ഏകദേശം ഒരു 3 കപ്പൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് മിക്സ് ചെയ്യാനുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് കൂടെ ഉള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, കാരണം പപ്പായ കുറേ ഉണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത്, അതിനൂടെ ഒരു ഇത്തിരി ഇഞ്ചി, പിന്നെ കറിവേപ്പില. ഇത് ഏകദേശം ഒരു 3/4 കപ്പ് മൈദയാണ്. പിന്നെ അതിൻ്റെ പകുതി അരിപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ, ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് മുളക് പൊടി വേണം, അപ്പോൾ പച്ചമുളകിന് എരിവുള്ളതുകൊണ്ട് അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതും കൂടി ചേർക്കാം. പിന്നെ ഓപ്ഷണലായിട്ടുള്ള ഒരു കാര്യമാണ് കുറച്ച് ടൊമാറ്റോ സോസ്. അത് ഇഷ്ടമാണെങ്കിൽ അതും ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് നന്നായിട്ട് അമർത്തി കുഴച്ചെടുക്കുക. അപ്പോൾ ആ ഉള്ളിയുടെയും പപ്പായയുടെയും ഒക്കെ ഉള്ളിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങി കുറച്ചൊന്ന് സോഫ്റ്റ് ആവും. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഭയങ്കര ലൂസായി പോകും ആദ്യം തന്നെ വെള്ളം ചേർത്താൽ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് കട്ടിയിൽ വേണം കുഴച്ചെടുക്കാൻ. നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കും, ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസായി വരും. ഈ ഒരു പാകത്തിൽ വേണം കുഴച്ചെടുക്കാൻ ഇത്. എന്നിട്ടൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഏകദേശം ഒരു ഉള്ളിവടേൻ്റെ ഒരു ടൈപ്പ് സാധനമാണ്, പക്ഷേ ഉള്ളി അധികം നമ്മൾ ചേർക്കുന്നില്ല. കുറച്ച് ഉള്ളി മതി. അതിനേക്കാൾ ഒരു 2 ഇരട്ടി പപ്പായയാണ് ചേർത്തിട്ടുള്ളത്. പക്ഷേ പപ്പായയാണെന്ന് ഒരിക്കലും മനസ്സിലാവില്ല കേട്ടോ, നമ്മൾ കഴിക്കുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസവും അറിയില്ല. അപ്പോൾ ഇതിനി ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ കുറച്ചായിട്ട് ഇതുപോലെ പക്കവടേൻ്റെ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളറാകുമ്പോഴേക്കും നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ശരിക്കും പക്കവട പോലെ തന്നെ, പക്ഷേ കടലമാവ് ചേർത്തിട്ടില്ല, നമ്മൾ മൈദയും അരിപ്പൊടിയൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. എന്നാൽ നല്ല ക്രിസ്പിയാണ്, അത്യാവശ്യം സ്പൈസിയാണ്. പപ്പായയാണെന്ന് മനസ്സിലാവില്ല. ഉണ്ടാക്കി നോക്കിയിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിലൂടെ പറയണേ. പിന്നെ ഇത് അറിയാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം എല്ലാവർക്കും ഇങ്ങനൊരു സംഭവം പപ്പായയും കൊണ്ട് ചെയ്യാൻ ഇഷ്ടമായിരിക്കുമല്ലോ. അതുപോലെ മുന്നേ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്